മോഹൻലാലിൻ്റെ സൂപ്പർ ഹിറ്റ് സിനിമകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പരാജയ സിനിമകളെക്കുറിച്ചും ചർച്ച ചെയ്യാറുണ്ട്. എന്നാൽ പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടു പോയ സിനിമകളെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യാറുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അങ്ങനെ ചർച്ച ചെയ്യുന്നത്. എന്നാൽ മോഹൻലാലിൻ്റെ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയ 5 സിനിമകളെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഡ്രഗ് മാഫിയ നിറഞ്ഞോടുന്ന ഒരു ലോകം, അവരെ ഉന്മൂലനം ചെയ്യാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അണ്ടർ കവർ കോപ്പായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം തൻ്റെ ഒരു ലക്ഷ്യവുമായിട്ട് ചെന്നെത്തുന്നത് തൻ്റെ ഒരു പ്രിയ സുഹൃത്തിൻ്റെ ഇടയിലാണ്. എന്നിട്ട് അദ്ദേഹം ഈ ഒരു ലക്ഷ്യം പറയുന്നു, ഇതാണ് എൻ്റെ കാര്യമെന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്യാമെന്ന് ആ സുഹൃത്ത് പറയുന്നു. പക്ഷേ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സുഹൃത്ത് തന്നെയാണ് അവിടെ ഡ്രഗ് മാഫിയയുടെ കിങ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വന്നത് 1989 ഇറങ്ങേണ്ട മോഹൻലാൽ, പ്രിയദർശൻ, ശ്രീനിവാസൻ സിനിമയെ പറ്റിയാണ്. ധനുഷ് കോടി എന്നാണ് ഈ ഒരു സിനിമയുടെ പേര്. ഇതിൽ പ്രധാന വില്ലൻ കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തത് രഘുവരനും ഗിരിജ ഷെട്ടാറുമാണ്. ഈ ഒരു സിനിമയുടെ മെഗാ ബഡ്ജറ്റ് കാരണം സിനിമ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോവുകയായിരുന്നു. എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അമൽ നീരദ് ഈ ഒരു സിനിമ ഒരു റീമേക്ക് എന്ന രീതിയിൽ ചെയ്യാൻ പോകുന്നുവെന്ന് കേട്ടു. പക്ഷേ അതും പാതി വഴിയിൽ ഉപേക്ഷിച്ചു. എന്തായാലും വേറൊരു രീതിയിൽ ഇറങ്ങേണ്ട സിനിമയായിരുന്നു ധനുഷ് കോടി എന്ന് പറയുന്നത്. കാരണം അത്രയ്ക്ക് ഗംഭീരമായ ഒരു പ്ലോട്ടായിരുന്നു സിനിമയിൽ ഉണ്ടായിരുന്നത്. ജയിലിൽ നിന്ന് രക്ഷപ്പെടുന്ന റഹ്മാൻ എന്ന് പറഞ്ഞ വ്യക്തി അഭയം പ്രാപിക്കുന്നത് രൂപാണി എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ അടുത്താണ്. എന്നാൽ അവിടെ റഹ്മാനെ സ്വീകരിക്കുന്നത് ഒരു ഡെഡ് ബോഡിയാണ്. ഈ ഒരു ഡെഡ് ബോഡി എന്ന് പറയുന്നത് രൂപാണിയുടെ ഭർത്താവിൻ്റെയാണ്. ഈ രൂപാണി തന്നെയാണോ ഭർത്താവിനെ വധിച്ചു എന്നുള്ളതായിരുന്നു റഹ്മാൻ്റെ സംശയം. എന്നാൽ ഈ ഒരു കേസ് അന്വേഷിക്കാൻ വരുന്ന ഒരു CBI ഉദ്യോഗസ്ഥനാണ് ഇതിൻ്റെ ചുരുളഴിയിക്കുന്നത്. 1989 പുറത്തിറങ്ങേണ്ട ചോദ്യം എന്ന് പറഞ്ഞ സിനിമയുടെ പ്ലോട്ടാണ് ഇവിടെ പറഞ്ഞത്. ഈ ഒരു CBI ഉദ്യോഗസ്ഥൻ്റെ വേഷത്തിൽ എത്തുന്നത് മോഹൻലാലാണ്. അതുപോലെ അഭിനേതാവ് റഹ്മാൻ തന്നെയാണ് റഹ്മാൻ എന്ന് പറഞ്ഞ കഥാപാത്രം കൈകാര്യം ചെയ്തിരുന്നത്. GS വിജയൻ്റെ ആയിരുന്നു ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. ഈ ഒരു സിനിമയും പാതി വഴിയിൽ മുടങ്ങിപ്പോയി. ഓസ്ട്രേലിയയിലെ F1 റേസിംഗ് നടക്കുന്ന ഒരു സ്ഥലം, അവിടെ ഒരു ഇന്ത്യൻ റേസർ ഉണ്ടായിരുന്നു, രാഹുൽ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ആ ഒരു റേസിങ്ങിൽ വെച്ച് അദ്ദേഹത്തിന് ആക്സിഡൻറ്റ് സംഭവിക്കുന്നു. എന്നാൽ ഇത് വെറും ഒരു ആക്സിഡൻ്റ് അല്ല, നേരെ മറിച്ച് ഈ ഒരു ആക്സിഡൻറ്റിന് പിന്നിൽ വേറെ ആരൊക്കെയോ ഉണ്ട്. അപ്പോൾ ആ ആക്സിഡൻറ്റിന് പിന്നിൽ പ്രവർത്തിച്ചവരെ തേടി പോവുകയാണ് രാഹുൽ എന്ന് പറഞ്ഞ റേസർ. 1992 റിലീസ് ചെയ്യേണ്ട ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ സിനിമയുടെ പ്ലോട്ടാണിത്. ഈ ഒരു സിനിമയിൽ രാഹുൽ എന്ന് പറഞ്ഞ കഥാപാത്രത്തെ കൈകാര്യം ചെയ്തത് മോഹൻലാലാണ്. ശങ്കറും സുരേഷ് കുമാറും ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്യേണ്ട സിനിമയായിരുന്നു ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ സിനിമ. സിനിമ സംവിധാനം ചെയ്യേണ്ടത് രാജീവ് അഞ്ചലായിരുന്നു. പക്ഷേ ഹെവി ബഡ്ജറ്റ് കൊണ്ട് ആദ്യ ഷെഡ്യൂൾ ചെന്നൈ ചെയ്തു, രണ്ടാമത്തെ ഷെഡ്യൂൾ ഓസ്ട്രേലിയ ചെയ്യാൻ പറ്റാതെ പോവുകയും അങ്ങനെ ഡ്രോപ്പ് ചെയ്ത മലയാളത്തിലെ ഒരു മെഗാ ബഡ്ജറ്റ് സിനിമ കൂടിയായിരുന്നു ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. നടികർ തിലകം ശിവാജി ഗണേശനും മോഹൻലാലും ഒരുമിച്ച് അഭിനയിക്കേണ്ടിയിരുന്ന ആദ്യ സിനിമ എന്ന് പറയുന്നത് ഒരു യാത്രാമൊഴിയല്ല, നേരെ മറിച്ച് സ്വർണ്ണ ചാമരം എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പോൾ ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സിനെ പറ്റി പല അഭിപ്രായങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സിനിമ ഉപേക്ഷിക്കപ്പെട്ടു പോവുകയാണ് ചെയ്തത്. എന്നാൽ ഇതിൻ്റെ പ്രൊഡ്യൂസറായ VBK മേനോൻ ഈ മോഹൻലാലിൻ്റെയും ശിവാജി ഗണേശൻ്റെയും ഡേറ്റ് വെച്ച് ചെയ്ത രണ്ടാമത്തെ സിനിമയാണ് ഒരു യാത്രാമൊഴി എന്ന് പറയുന്നത്. 2008 മോഹൻലാലും ജാക്കി ചാനും ഒന്നിച്ച് അഭിനയിക്കേണ്ട ഒരു സിനിമ ഒഫീഷ്യലായിട്ട് അതിൻ്റെ സംവിധായകൻ ആൽബർട്ട് അനൗൺസ് ചെയ്തായിരുന്നു. ഈ ഒരു സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് അയ്യപ്പൻ പിള്ള മാധവൻ നായർ എന്ന് പറഞ്ഞൊരു വാര്യർ ഉണ്ടായിരുന്നു. അദ്ദേഹം പല യുദ്ധങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തായിരുന്നു ഈ ഒരു സിനിമ. അപ്പോൾ അതിൽ ഒരു മാർഷൽ ആർട്സ് ട്രെയിനറായിട്ടാണ് ജാക്കി ചാൻ വരുന്നത്. ഈ ഒരു സിനിമ മുന്നോട്ട് പോകുമെന്ന് വിചാരിച്ചു, പക്ഷേ ഹെവി ബഡ്ജറ്റ് കാരണം ഈ ഒരു സിനിമയും ഉപേക്ഷിക്കപ്പെട്ടു പോവുകയാണ് ചെയ്തത്. ഇതൊക്കെയായിരുന്നു മോഹൻലാലിൻ്റെ ഹെവി ബഡ്ജറ്റിൽ വന്ന ഉപേക്ഷിക്കപ്പെട്ടു പോയ 5 സിനിമകൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന ഇതുപോലുള്ള സിനിമകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക.